ഓക്കെ, ഐ ലുക്ക് ചോപ്ഡ് ആസ് ഫക്ക്. പക്ഷേ ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ നടക്കാനും ഓടാനൊക്കെ പോയിട്ട് വന്നിട്ടുള്ളൂ. ഞാനിതങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു ലൈഫ് ചേഞ്ചിങ് തോട്ട് പെട്ടെന്ന് കണക്റ്റ് ആയത്. ലൈക്ക് വൈ കാണ്ട് ഐ ടേക്ക് ഇറ്റ് ഇൻ ടു ലൈഫ് എന്ന് ഞാൻ ആലോചിച്ചത്. അതായത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഫോർ എക്സാമ്പിൾ അപ്പുറത്തുള്ളൊരു പോസ്റ്റിനെ എയിം ചെയ്തിട്ട് അതുവരെ നടക്കാം, അല്ലെങ്കിൽ നടക്കാമെന്നല്ല, അതുവരെ ഓടാം. പിന്നെ അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ, അതുവരെ ഓടിയെത്തുമ്പം എനിക്ക് തോന്നി കുറച്ചും കൂടെ മുന്നോട്ട് ഓടാം, പോസ്റ്റിൻ്റെ ഒരു 2 അടി കൂടെ ഓടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഓടി പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു പോസ്റ്റിനെ കണക്കാക്കണ്ട, പോസ്റ്റ് അവിടെ ഇല്ലാന്ന് വിചാരിക്കാം, പോസ്റ്റ് പൊട്ടെ, വെക്കാതെ ഓടി നോക്കി എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓടിയപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. അതായത് അപ്പം എനിക്ക് ടയേർഡ്നെസ് ഉണ്ടായിരുന്നില്ല അത്ര. അതിന് ലക്ഷ്യം വെക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതെത്താനായി. മറ്റേത് അതെത്താനാകുമ്പോഴത്തേക്ക് ഞാൻ കിതച്ച് പണിയായിട്ടുണ്ടാകും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ആക്ച്വലി നമ്മൾ ഒരു എയിം വെച്ചു, ഡോക്ടർ ആവണം എന്നുള്ളൊരു എയിം വെച്ചു. അപ്പം എനിക്ക് ഉറപ്പാണ്, അതായത് ചിലപ്പോൾ നമുക്ക് ആ ജേണി ഭയങ്കര ഇതൊന്നും. അപ്പം നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു എയിമായിട്ട് നമ്മളിപ്പം ഇതിനെ വെച്ചു ഡോക്ടർ ആവണം എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജേണി നമുക്ക് അങ്ങ് എക്സോസ്റ്റഡ് ആയി ഫീലും. പക്ഷെ കൺസിഡർ ഇറ്റ് ആസ് അത് പോകുന്ന വഴിയിലുള്ളൊരു സാധനം മാത്രമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും എക്സോസ്റ്റിംഗ് പോകും. പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു ഒരു 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 ഉണർവും കിട്ടും, നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടുക ചെയ്യും. അണ്ണോയെങ്കിൽ ഞാൻ അറിയാതെ തന്നെ ഞാനത് അച്ചീവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഞാനൊട്ടും ടയേർഡും അല്ല, എനിക്ക് ഇതിന് മുന്നോട്ടും പോകാൻ പറ്റും എന്നുള്ളൊരു പോസിബിലിറ്റി ശരിക്കും എന്നെ ഭയങ്കര ഞെട്ടിച്ച് കളഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതൊരു ചെറിയ തോട്ടാണ്, വളരെ കുഞ്ഞൊരു തോട്ടാണ്. പക്ഷെ എനിക്ക് തോന്നി ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവും എന്ന് എനിക്ക് ഫീൽ ചെയ്ത്. സോ ഐ ഫീൽ ലൈക്ക് ഷെയറിങ് ഇറ്റ്. അയ്യോ, അത് നമുക്ക് ശരിക്കും ഉണ്ടല്ലോ ജീവിതത്തിൽ. നമ്മൾ ഈ വലിയ ആൾക്കാർ പറയുന്നതോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നതോ ബുക്സ് വായിച്ചിട്ടോ അങ്ങനെ എങ്ങനെയൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചിലപ്പോൾ രാവിലെ ഒരു നടക്കാൻ പോകുന്നതിലായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ പറ്റിയിട്ടുള്ള ഒരു വലിയ ലെസണൊക്കെ നമുക്ക് ശരിക്കും കിട്ടുന്നത്. എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ ജീവിതത്തിനൊക്കെ. എനിക്ക് ശരിക്കും പറയാൻ വാക്കുകളില്ല. കാരണം ഇത് എല്ലാവർക്കും എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ ഓരോരുത്തർക്കും വർക്കാവാത്തത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ പീപ്പിൾ ഒക്കെ ശരിയാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ വിചാരിക്കുകയാണ് ശരിക്കും നമ്മളൊരു ഈ ജീവിതത്തിന്റെ ഒരു വാട്ട് ഈസ് യുവർ അംബിഷൻ ഓഫ് യുവർ ലൈഫ് എന്ന് ചോദിക്കും. ചില ആൾക്കാർ ചോദിക്കില്ല, ജീവിതത്തിന്റെ ലക്ഷ്യമാണോ അത്? ജീവിതത്തിന്റെ ലക്ഷ്യം ഡോക്ടർ ആവാന്നുള്ളതാണോ? ജീവിതത്തിന്റെ ലക്ഷ്യമാണോ ഒരു ആക്ടർ ആവാന്നുള്ളത്? ലൈഫ് ഇസ് ബിയോണ്ട് ഇറ്റ്. ശരിക്കും ഇതൊരു ജേണിയാണ്. ആ ജേണിയിൽ നമുക്ക് അത് മാത്രം ഒരു ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് അത് വെക്കാതെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മുകളിലെത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മെസ്മറൈസ്ഡ് വിത്ത് ലൈഫ് റിയലി.